അവൻ വരാത്ത പക്ഷം ഞാൻ സൈലന്റ് ആയിരിക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗ് എല്ലാവർക്കും സ്വാഗതം. എന്താണ് മഴകളെ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. കൊള്ളായിരുന്നോ? പിന്നല്ല, നിങ്ങൾക്കോ? ചെറുമ്പ് വന്നിട്ടാണ് ചെറുമ്പ് വരുമോ? ചെറുമ്പ് വരും. ക്രിസ്പി മയോണൈസ്, പെരി 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 ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമ്മൾ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. മേഘമലയിൽ നിന്ന് ഇവിടെ 70-79 കിലോമീറ്ററും മൂന്നാറിലോട്ട് 96 കിലോമീറ്റർ ഉള്ളൂ. സാബിത് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഈ പരിപാടി ഇഷ്ടപ്പെട്ടോ? ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അപ്പൊ ഈ നമ്മുടെ രാഷ്ട്രീയ നിലപാടിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? മൂഞ്ച സാധനം, വളരെ മോശമായ അഭിപ്രായമാണ്. പഞ്ചസാരക്ക് വില കൂട്ടണം. മുഖ്യമന്ത്രിയെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു പൊടി പിടിക്കും. പഞ്ചസാരക്ക് വില കൂട്ടണം. നിങ്ങളെങ്കിൽ കട അടച്ചു കിട്ടണം. പഞ്ചസാര എടുത്തതിന് നിങ്ങൾ തന്നെ. അങ്ങനെയാണ് അടുത്ത ജനറേഷൻ. ഈ രാഷ്ട്രീയ നിലപാടിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആശയാണ് രാഷ്ട്രീയത്തെ കുറിച്ച്. ഓക്കെ എന്താണ് അഭിപ്രായം? രാഷ്ട്രീയ നിലപാട് പറഞ്ഞു വരുന്നു. പറഞ്ഞോ, രാഷ്ട്രീയ നിലപാടിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്താണ് രാഷ്ട്രീയ നിലപാട് താങ്കളുടെ അഭിപ്രായം? രാഷ്ട്രീയ ആവശ്യമാണ്, അരാഷ്ട്രീയമായിട്ട് മാറില്ല. വളരെ നല്ലൊരു മനസ്സിലാകാത്ത റിപ്ലൈ ആയിരുന്നത്. എന്താണ് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം എന്നാന്ന് അറിയത്തില്ല. രാഷ്ട്രീയം ചോദിക്കരുത്. ജനാധിപത്യ മുന്നണിയോട് മോദിയെ വെളിയിലിറക്കണം. ആണോ? ഇത് പിണറായിയെ കൊണ്ട് ഭരിക്കണം. അത് പറഞ്ഞ ഒരു കറക്റ്റ് കാര്യമാണ്. നമുക്ക് ആ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ സോസ് നോക്കി പരിപാടി. ഇന്നലെ ബർത്ത്ഡേ ആണ്. 22ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. താങ്ക് യു സാർ. വെൽക്കം. പുതിയ ടീഷർട്ടാണ്. ഇടുക്കിയില് ഇന്ന് റെഡ് അലേർട്ട് ആണ്. വെളിയിൽ ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് കടയ്ക്കകത്താണ്. 1 മാസത്തിൽ 3 ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളൂ. മൊത്തം ലീവാ. ഫ്രഞ്ചിസി അല്ല, ഫ്രഞ്ചിസി. സോറി, പോയിട്ടുള്ളൂ മൊത്തത്തിൽ. പിന്നെ ഈ 1 മാസത്തിൽ 3 ദിവസം പോയി. ഫ്രഞ്ചീസി വന്നാൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആടാനും പാടാനും ആടാനും പാടാനും മനം തുറന്നിരിക്കാനും അതിൽ പറഞ്ഞൊന്നുമില്ല. നമ്മളെ പണ്ടത്തെ ഇസ്മായിൽ മൂത്താപ്പാണ് ഇത്. പേര് കൗണ്ടർ സ്മൈല്. കൗണ്ടർ ഇസ്മായിൽ. പഞ്ചാര ഇസ്മായിൽ. ഓക്കെ ഗൈസ്, നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ വന്നിരിക്കുന്നു. കോള ഉണ്ട് ഇതിന്റെ കൂടെ. അപ്പൊ ഗൈസ്, ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടിയിരിക്കുന്നു. ലൈറ്റ് കൊണ്ടുവരും. ഐ ലവ് സോസ്. ഐ ലവ് സോസ്. ജ്യോതി. മയോണൈസ് ഇല്ലാത്തതുകൊണ്ട് വേറെ രക്ഷയില്ല. സോസ് മയോണൈസ് ഉണ്ട്. കഴിച്ചിട്ട് ബാക്കി അല്ലേ? ബാക്കി റിവ്യൂ നമ്മൾ ബാക്കി പറയാം. ഒരു പൊടി എല്ലാരും വാങ്ങി. ആൾവേസ് വെൽക്കം. ഹലോ ഗൈസ്, ഇത് എൻ തമ്പി ദേവ. എൻ തമ്പി എനിക്കൊരു പാട്ട് പാടാൻ പോറാ. മയോണൈസ് വന്നിട്ടാ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റോസ്റ്റഡ് ചങ്കര. ബ്രോസ്റ്റഡ് ചെങ്കരയിൽ നിന്നും
ഓൾവേസ് വെൽക്കം. അൺലിമിറ്റഡ് മയോണൈസ്. നമ്മൾ അടിയും കൂടെ തരും. അത് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അല്ല അൺലിമിറ്റഡ് സോസ് ആണ്. അടി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യത്തിൽ കൂടുതൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് തീർക്കാതെ ഇവിടുന്ന് എഴുന്നേക്ക് പോന്നി. ഒരു ഗ്രൂപ്പാണ്. ഞാൻ നീ ഉണ്ടോ? അവനും ഉണ്ട്. നമ്മൾ 4 പേരും കൂടെ ഇത് തീർക്കണം. പറ്റുമോ? എൻ്റെ വാളിനെ വെല്ലുവിളിക്കുന്നതിന് വില്ലയാണ് മനസ്സിലായി. ഒരാൾ വാള് വെച്ചാൽ എല്ലാവരും വാള് വെക്കും. ഓക്കെ. ഞാൻ സ്ട്രോങ് ആണ്. ഞാൻ എടുത്തു. അയ്യോ ഒരു പീസ് ഇടോ. പീസില് ചെറുതാ. ആ ശരി. അങ്ങനെ അതിന്റെ അന്ത്യം കൊടുത്തിരിക്കുന്നു ഫ്രം ഷെഫിൻ ആൻഡ് ജാസ്. അവസാന പീസിന് വേണ്ടിയുള്ള ആദ്യ രംഗമത്സരം അവിടെ പോരാട്ടം അവസാനിച്ചു. സഫാൻ ബോളിംഗ് തുടങ്ങിയിരിക്കുന്നു. സഫാൻ ബോളിംഗ് പകുതി ഇപ്പൊ എടുത്ത പീസാണോ അത്? മിഴുങ്ങിയോ നീ? ലാസ്റ്റ് പീസാണ്. ആരെടുക്കും പകുതി എടുക്കാം. മതിയോ? ഇവിടെ കഴിഞ്ഞ അവിടെ വേണ്ട കൗണ്ടർ സ്മൈൽ. ഇത് തീർക്കട്ടെ. കൗണ്ടർ സ്മൈലിന്റെ ഷെയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആ പീസ് ഞാനും ഷെബിനും പകുതി എടുക്കുന്നതായിരിക്കും അല്ലടാ? ഓക്കെ. ഞാൻ തീർക്കുകയാണ്. അതിന്റെയും അന്ത്യം കുറിച്ചിരിക്കുന്നു ഫ്രം ഷെഫിൻ ആൻഡ് ജാസ്. അങ്ങനെ ഇതിനോടുള്ള യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ബാളിനെ അത് വെല്ലുവിളി തന്നെയാണ്. ഞാൻ തീർത്തു. അപ്പം നമ്മൾ കഴിച്ചു തീർത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ പിള്ളേരോട് ചോദിക്കാം. ഷെഫിൻ എത്ര പീസായിരുന്നു? 5 പീസ്. 5 പീസോ? 5 പീസ്. 5 പീസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓയിലി ആയിരുന്നു. ആ തികട്ടി നമ്മള് മക്ക പിടിച്ച്. അതുകൊണ്ട് ഞാൻ കഴിക്കാത്ത. ഇതുണ്ട് എന്റെ വേറെ ഉണ്ടോ? അടുത്ത സാവിത്ത് പഴം 2 പീസ്. എന്നെ പറയണമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുവാണ് നല്ലതായിരുന്നു. ശരിക്കുള്ള കാര്യം. അടുത്തായി സഫാൻ എത്ര പീസായിരുന്നു? അറിയാം. അതും അറിയാം. നോക്കില്ല. പറഞ്ഞോ. സത്യം പറഞ്ഞാ മുതലാളിക്ക് ഒരു വൻ അടി തന്നെയാണ് ഒരുക്കി വരുന്നത്. അല്ല ഇതിലുള്ളതെല്ലാം എണ്ണ നമുക്ക് പാകത്തിലാണ്. സോറി തന്നെ പറഞ്ഞു. അടുത്ത ഞാൻ പറഞ്ഞു എന്റെ പറഞ്ഞോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ പറ്റി താങ്കൾ? എത്ര പീസ് കഴിച്ചു? ഞാൻ ഒരു ലെഗ് പീസ്, 2 തൊട, ഒരു കോഴി, ഒരു 2 തൊട, പിന്നെ അതെങ്കിൽ നമ്മള് ലാസ്റ്റ് പകുതി എടുത്ത്. വളരെ നല്ലൊരു അഭിപ്രായമാണ്. പക്ഷെങ്കിൽ എണ്ണയുടെ ഒരു കൂടുതലുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രോസ്റ്റഡ് പീസ് ഒക്കെ കൊണ്ടുവരുമ്പോ ബക്കറ്റ് ആണ് ഓർഡർ ചെയ്യുന്നത്. അത് ബക്കറ്റിൽ തരണമായിരുന്നു. ബക്കറ്റിൽ തരണമായിരുന്നു. അതിപ്പോ ഒരു പ്ലേറ്റില് അത് അവരൊരു പ്ലേറ്റിലാണ് തന്നത്. അത് മാറ്റി ഒരു ബക്കറ്റിലൊക്കെ ആക്കാം. നല്ല തണുപ്പുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ കുഴപ്പമില്ല. കുമളിയിലൊരു കട, ഇതുപോലൊരു കട, കുമളിയിലൊരു ഇങ്ങനെ ഒരു കട വന്നത് നല്ലൊരു കാര്യമാണ്. ഒറ്റയടിക്ക് അല്ലെങ്കിൽ നമ്മൾ ബ്രോസ്റ്റഡ് കഴിക്കണ ഒരു കടയിൽ പോകണം. ചിലപ്പോ ഫാമിലിയിൽ എല്ലാവർക്കും ബ്രോസ്റ്റഡ് കഴിക്കണമെന്നായിരിക്കുമല്ലോ. എനിക്ക് ബ്രോസ്റ്റഡ് കഴിക്കണമെന്നായിരിക്കും. ഇപ്പം വാപ്പായ്ക്ക് ചിലപ്പോ മന്തി കഴിക്കണമായിരിക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് വന്നതോടെ ആ ഇതങ്ങ് മാറിയിട്ട് ഇവിടെ ഏകദേശം മന്തിയും അൽഫാമും എല്ലാം ബ്രോസ്റ്റഡും ഉണ്ട്, എല്ലാം കിട്ടുന്ന സംഭവമാണ്. എനിവേ
ഉം.